ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ദീപാസ് കിച്ചൺ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ സുഖമായിരിക്കുകയാണേ. ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന റെസിപ്പി കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, കുഴിമന്തിയാണേ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കുഴിമന്തിയാണ് ഫ്രണ്ട്സ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അത്രയ്ക്ക് ടേസ്റ്റിയാണ്. ഒരു വട്ടം ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇത് ഉണ്ടാക്കി കഴിക്കും. അപ്പം നമുക്കത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. അതിനായി ഞാനിവിടെ എടുത്തേക്കുന്നത് 1/2 kg ചിക്കൻ ആണേ. നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 1 ടീസ്പൂൺ ജീരകം പൊടിച്ചത്, നല്ല ജീരകം പൊടിച്ചതാണേ. 2 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത്, 1 കപ്പ് ചെറുതായിട്ട് അരിഞ്ഞ ക്യാപ്സിക്കം, സ്പ്രിംഗ് ഒനിയൻ്റെ വൈറ്റ് പാർട്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇതിനൊരു നല്ല കളറ് കിട്ടാൻ വേണ്ടി കാശ്മീരി ചില്ലിയിൽ ഒലിവ് ഓയിൽ മിക്സ് ചെയ്തതാണ്. അതാണ് ഇനി നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ വേണമെങ്കിൽ ഇതുപോലെ മിക്സ് ചെയ്ത് ചേർക്കാവേ. ഫുഡ് കളറൊക്കെ ഉപയോഗിക്കുന്നതിനെക്കാട്ടിലും നല്ലതല്ലേ, കുട്ടികൾക്കൊക്കെ നമുക്ക് സന്തോഷത്തോടെ കൊടുക്കാൻ പറ്റുമല്ലോ. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ബൗളിൽ എനിക്ക് പറ്റുന്നില്ലേ മിക്സ് ചെയ്യാൻ, അതിന് വേണ്ടിയിട്ട് വലിയൊരു ബൗളിലേക്ക് മാറ്റുകയാണ്. ഇനി ഇതെല്ലാം കൂടെ നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്യണം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ ഉപ്പാണ്. ഒരു മാഗി ക്യൂബ്സ് എടുത്തിട്ടുണ്ട്. അതിൽ 2 പാർട്ടായിട്ട് നമുക്ക് കിട്ടും. അതിൽ ഒരെണ്ണം നമ്മൾ ഇതിലൊന്ന് പൊടിച്ച് ചേർക്കുകയാണ്. കൈ കൊണ്ട് തന്നെ പൊടിച്ച് ചേർക്കാവേ. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് 1 മണിക്കൂറിന് ശേഷം എടുക്കാവേ. റൈസ് ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടി ഞാൻ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണേ. 2 തക്കോലം, 3 ഏലക്ക, 4 ഗ്രാമ്പൂ, കുറച്ച് കറുകപ്പട്ട, പിന്നെ നമ്മൾ എടുത്ത ആ ക്യൂബ്സിൻ്റെ പകുതി ക്യൂബ്സും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. മാഗി ക്യൂബ്സിൽ ഉപ്പുള്ളത് കൊണ്ടാണ് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തേക്കുന്നത്. കുറച്ച് കുരുമുളകും കൂടി, ഉണങ്ങിയ നാരങ്ങ, ഇനി ഇതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുകയാണേ. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് തിളയ്ക്കാൻ വെക്കാം. വെള്ളമൊക്കെ നല്ലതുപോലെ തിളച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ബസുമതി റൈസ് ആണ്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ. മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 15 മിനിറ്റ് മതിയേ നമ്മുടെ റൈസ് വെന്ത് കിട്ടും. റൈസ് എല്ലാം ഇതേപോലെ ഒന്ന് വെന്ത് കിട്ടണേ. ഒരു 80% വെന്ത് കിട്ടണം. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് കോരി മാറ്റാം. നമ്മുടെ കുഴിമന്തി റെഡിയാക്കാനുള്ള പാത്രം സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കുകയാണ്. ഇതിന് പകരം നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാവേ. ഇനി നമ്മുടെ ചിക്കൻ വെച്ച് കൊടുക്കാം. ഇത് മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കൊരു 10 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം നമുക്ക്. ചിക്കൻ്റെ വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ചിക്കനൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ റൈസ് ചേർത്ത് കൊടുക്കാം.
റൈസ് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കണേ. റൈസ് എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ നാരങ്ങ ഞാൻ എടുത്ത് മാറ്റി വെച്ചായിരുന്നു, അതും കൂടെ ചേർത്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഓയിലിൽ നമ്മൾ ചില്ലിയുടെ പൗഡർ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, അതൊന്ന് ചേർത്ത് കൊടുക്കുക. ഒരു കളറിന് വേണ്ടിയിട്ടാണേ, നമ്മുടെ റൈസിന് നല്ലൊരു കളറ് കിട്ടും. അതേപോലെ തന്നെ ഞാൻ ഒലിവ് ഓയിലിൽ മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്ത് വെച്ചതാണേ. ഇതിൻ്റെ പച്ചമണം ഒന്നും ഉണ്ടാകത്തില്ല കേട്ടോ. ദം ചെയ്യുമ്പം നന്നായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കിട്ടും. ഇനി കഴുകി വൃത്തിയാക്കി ഒരു 5 പച്ചമുളകാണേ. പച്ചമുളകിൻ്റെയൊക്കെ ഫ്ലേവർ കിട്ടുമ്പോൾ നമ്മുടെ മന്തിക്ക് നല്ലൊരു ടേസ്റ്റാണേ. സ്റ്റൗ ഇപ്പോൾ സിമ്മിലാണ് ഞാൻ ഇട്ടേക്കുന്നത്. ദം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിതൊരു ഫോയിലിംഗ് പേപ്പർ വെച്ച് അടച്ചു വെക്കാവേ. ഒട്ടും ആവി പോകാത്ത രീതിയിൽ അടച്ചു വെച്ച് ഒരു 15 മിനിറ്റ് ദം ചെയ്തെടുക്കാവേ. ഉപയോഗിക്കാത്ത ഒരു ദോശക്കല്ലുണ്ടായിരുന്നു ഇവിടെ, അതിന് മുകളിലായിട്ടാണ് ഞാൻ ദം ചെയ്യാൻ വെക്കുന്നത്. ഒരു 15 മിനിറ്റ് ദമ്മായി കിട്ടാനേ. അതിനുശേഷം 15 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്നു നോക്കിയാൽ മതിയേ, കുഴിമന്തി റെഡിയായി കിട്ടും. ഇനി ഒരു ചട്നി റെഡിയാക്കാം നമുക്ക് മന്തി കഴിക്കാൻ വേണ്ടിയിട്ട്. അതിന് ഞാൻ ഒരു മീഡിയം സൈസ് ടൊമാറ്റോ എടുത്തിട്ടുണ്ടേ. 4 അല്ലി വെളുത്തുള്ളി, ഒരു പച്ചമുളക്, കുറച്ച് മല്ലിയില, 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ്, 1/4 ടീസ്പൂൺ ഉപ്പുപൊടി. ഇനി ഇതെല്ലാം ഒന്ന് നല്ല രീതിയിൽ അരച്ചെടുത്തിട്ട് വരാവേ. ഇതേപോലെ ഒന്ന് അരച്ച് കിട്ടിയിട്ടുണ്ടേ. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം നമുക്ക്. ദമ്മൊക്കെയായി നല്ല ഇതായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ചിക്കനൊക്കെ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ചൂടോട് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കുഴിമന്തിയാണ് ഫ്രണ്ട്സ്. നിങ്ങൾ എല്ലാവരും ഇത് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമ്മുടെ വീട്ടിലുണ്ടാക്കുമ്പോൾ നമുക്ക് ധൈര്യമായിട്ട് കഴിക്കാമല്ലോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. ഹോട്ടലിലൊക്കെ കിട്ടുന്ന അതേ കളറിൽ നമ്മുടെ കുഴിമന്തി കിട്ടിയിട്ടുണ്ട് ഫ്രണ്ട്സ്. പിന്നെ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഒരുപാട് പേര് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇനി ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാവേ. ആ ചിക്കനൊക്കെ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഫ്രണ്ട്സ്. ചട്നിയും കൂടെ ചേർത്ത് ഇതൊന്ന് കഴിച്ചു നോക്കാം. ഫ്രണ്ട്സ് ഒരു രക്ഷയില്ല ഫ്രണ്ട്സ്, അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു.